മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ചിലർ വാക്കുകളിലൂടെയും ചിലർ പ്രവർത്തികളിലൂടെയും മറ്റുള്ളവരുടെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിക്കുന്നു. അവർ അറിയാതെ പോകുന്ന ഒന്നുണ്ട്, കർമ്മഫലം എന്നത് അനുഭവിച്ചേ മതിയാകൂ. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാൻ അയാൾ തന്നേക്കാൾ താഴ്ന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനാൽ നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം മാറ്റാൻ വേണ്ടി സമയം കളയരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം നയിക്കുകയും സന്തോഷവാനായിരിക്കുകയും ചെയ്യുക. ഭക്തരെ, നിങ്ങളെ വേദനിപ്പിച്ചവരോടുള്ള പ്രതികാരം കാലത്തിന് വിടുക. നിങ്ങൾ മറന്നാലും കാലം അത് ഭംഗിയായി നിറവേറ്റിയിരിക്കും. താരതമ്യം ചെയ്യുമ്പോഴാണ് എന്തും മോശമാകുന്നതും നന്നാകുന്നതും. ബന്ധങ്ങളെ ഒരിക്കലും താരതമ്യം ചെയ്യാതിരിക്കുക. അറിയുക, ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. ഭക്തരെ, നിങ്ങളുടെ കഴിവിനെക്കുറിച്ചോ കുറവുകളെക്കുറിച്ചോ മറ്റുള്ളവർ വളരെയധികം അറിയാനുള്ള സാഹചര്യം സൃഷ്ടിക്കരുത്. രണ്ടും ഭാവിയിൽ ഗുണകരമല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കും. ഭക്തരെ, കാര്യം നേടാൻ വേണ്ടി സ്നേഹിക്കുന്നവരെയാണ് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത്. അവരോളം സ്നേഹം പ്രകടിപ്പിക്കാൻ ആർക്കും കഴിയില്ല. വളരെ വ്യത്യസ്തമാണ് മനുഷ്യൻ്റെ മനസ്സ്. കിട്ടിയതിനെ ഓർത്ത് അത് സന്തോഷപ്പെടില്ല, കിട്ടാത്തതിനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. ഭക്തരെ, ജീവിതത്തിൽ 2 നിയമങ്ങൾ പാലിക്കുക. ഒന്ന്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക. 2, സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരെ അനാവശ്യമായി ഇടപെടുത്താതിരിക്കുക. ഏറ്റവും കൂടുതൽ ചതിക്കപ്പെട്ടവരും തോറ്റുപോയവരും ഹൃദയം പൊട്ടി വേദനിച്ചവരും എല്ലാം കളങ്കമില്ലാത്ത സ്നേഹം കൊടുത്ത് ആത്മാർത്ഥമായി പെരുമാറിയ മനുഷ്യരാണ്. ഭക്തരെ, ആവശ്യമില്ലാത്തിടത്ത് നിങ്ങൾ കാണിക്കുന്ന ക്ഷമ, ആവശ്യമില്ലാത്തിടത്ത് നിങ്ങൾക്ക് തോന്നുന്ന കാരുണ്യം, ആവശ്യമില്ലാത്തിടത്ത് നിങ്ങൾ പ്രയോഗിക്കുന്ന മൗനം, ആവശ്യമില്ലാത്തിടത്ത് നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, ഇവയെല്ലാം അധർമ്മത്തിൽ ചെന്ന് കലാശിക്കുകയും നിങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്യുന്നു. ക്ഷമിക്കും തോറും കുറഞ്ഞു പോകുന്നത് നിങ്ങളുടെ മനസ്സമാധാനമാണെങ്കിൽ ആ ക്ഷമ കൊണ്ട് വേദനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ചിലതൊക്കെ ക്ഷമിക്കുക, ചിലതൊക്കെ മറക്കുക. എന്നാൽ ചിലത് എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടതാണ്. അതിനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ടാണ് പലരും വീണ്ടും വീണ്ടും വേദനിക്കുന്നത്. ഭക്തരെ, നല്ല കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും പ്രശ്നങ്ങളെക്കുറിച്ച് ചുരുക്കി മാത്രം സംസാരിക്കുകയും ചെയ്യുക. തോറ്റിടത്തു നിന്ന് തന്നെ തുടങ്ങണം, തോൽപ്പിച്ചവരുടെ മുന്നിൽ നിന്ന് തന്നെ തുടരണം. നിങ്ങളെ മുറിച്ചു കടന്ന് മുറിവുണ്ടാക്കിയവരെ മറികടന്ന് ജയിച്ചു കാണിക്കണം. മുറിപ്പെടുത്തുമെന്ന് ഉറപ്പുള്ള സംസാരത്തേക്കാൾ നല്ലത് മൗനമാണ്. കുറ്റപ്പെടുത്തി കണ്ണ് നിറയ്ക്കുന്നതല്ല യഥാർത്ഥ സ്നേഹം. കൂടെ നിർത്തി കണ്ണുനീർ തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ഭക്തരെ, ഊതിക്കെടുത്തും തോറും ആളിക്കത്തുന്ന ദീപമാകുക. കൂടുതൽ കേൾക്കുക, കുറച്ച് പറയുക. കാരണം പല പ്രശ്നങ്ങളുടെയും ഉറവിടം അനാവശ്യ സംസാരമാണ്. മറ്റൊരാളുടെ വേദനകളിൽ നിങ്ങൾക്ക് ദുഃഖം വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം വിശാലമാണ്. കോപം ഒരിക്കലും മനസ്സിൽ ഇരിക്കരുത്. അത് വാക്കിൽ മാത്രമായിരിക്കണം. സ്നേഹം വാക്കിൽ മാത്രം ആകരുത്, മനസ്സിലും ഉണ്ടാകണം. ആരും താങ്ങി നിർത്താനില്ല എന്ന തിരിച്ചറിവാണ് പിന്നീട് പറന്നുയരാനുള്ള ചിറകുകളായി മുളയ്ക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം ഹൃദയമാണ്.
അത് ശുദ്ധമല്ലെങ്കിൽ പിന്നെ തിളങ്ങുന്ന മുഖം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഭക്തരെ യാചിക്കും തോറും വില ഇല്ലാതാകുന്ന ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ, അതാണ് സ്നേഹം. ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത്, അത് നിങ്ങളെ നാളെ ശക്തനാക്കും. ആരും ഒരുപാട് നിഷ്കളങ്കരും പാവങ്ങളുമാകരുത്. അങ്ങനെയായാൽ എല്ലാവരും നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഒന്നിനു മുന്നിലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ മഹത്തരമാണ് ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നത്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.